അങ്ങനെയായിട്ട് നന്ദിനി എന്ന് വിളിച്ചു. അങ്ങനെ വോയിസ് കേട്ട് ഷോക്കായി ഹീറോയെ തിരിഞ്ഞു. ഹീറോയുടെ പേര് നന്ദിനിയാണ്. നന്ദിനി വിളിച്ച നന്ദി തിരിഞ്ഞു. ഓക്കെ, എന്താ? ഓ നന്ദു, നീ ഇവിടെയാണോ ഉള്ളത്? ആ, ഹായ് 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 ഐഷു, നീ എന്താ ഇവിടെ ചെയ്യാ? നന്ദിനി എന്താ? ഐഷു വന്ന് ഹക്ക് ചെയ്തു. ഇതേ പാർട്ടിക്ക് വന്നതാ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നത്. നന്ദു, നീ? എൻ്റെ ഫിയാൻസിനും കൂടെ വന്നതാ. ജേക്കയാണ്. ജേക്ക അവിടെ കോൾഡായിട്ട് സംസാരിക്കായിരുന്നു. ഇതാണ് എൻ്റെ ഫിയാൻസി. അതെ. അങ്ങനെ രണ്ടുപേരും സംസാരിക്കായിരുന്നു. നന്ദിനി എന്ന് വിളിച്ചായിരുന്നു. നന്ദിനി അങ്ങനെ രണ്ടുപേരായിരുന്നു അവർ സംസാരിക്കായിരുന്നു. നന്ദിനിയാണ് പേര്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ് ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ് എല്ലാവരും സംസാരിക്കായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഡേയ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ബേബീസ് ഉണ്ടായിരുന്നു. ഒരു കാറും പിന്നെ ഡോഗ്, അങ്ങനെ രണ്ടുപേരും സംസാരിക്കായിരുന്നു. അപ്പോൾ ജിമ്മിന് പറയാൻ തുടങ്ങി, ഇപ്പോൾ എന്താ ചെയ്യുക? അതായത് കാറിൽ ശരി ഓക്കെ ജിമ്മിന് പറഞ്ഞു. അങ്ങനെ ജിമ്മിന് വെച്ച് ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോഗ് പറഞ്ഞു, ഞാനൊരു സൂത്ര കാട്ടട്ടെ. അതാ ഡോഗ് ചോദിച്ചു, എന്ത് സൂത്ര കാട്ട്? പെട്ട ഡോഗ് ഒരു മനുഷ്യനായി മാറി. ഇത് കേട്ട് ഷോക്കായി. എന്താ, നിനക്ക് മനുഷ്യനാവും കഴിയോ? അയ്യോ ബ്രോ, ഞാൻ ഹ്യൂമനാണ്. ഞങ്ങൾ രണ്ടുപേരും ഹ്യൂമനാണ്. നമുക്കൊരു മിഷൻ തന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭൂലോകത്ത് വന്നതാണ്. മനസ്സിലായാ? ഞങ്ങൾ രണ്ടുപേരും മനുഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും ഫാരീസാണ്. മനസ്സിലായോ? ഫാരീസ് അല്ല, മനസ്സിലായി, ഏഞ്ചൽസാണ്. മനസ്സിലായാ എന്നെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ മാജിക് ഒരു മനുഷ്യനായി മാറി. അങ്ങനെ കാറ് കൂടെ ഇരുന്നു അവർ സ്കൂളിൽ കൊണ്ടുവരാൻ പോവുക. അങ്ങനെ ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പോകുന്ന മിഷൻ കഴിഞ്ഞു. അങ്ങനെ ജിമ്മിൻ്റെ ഇപ്പോൾ വയസ്സായ മതിയായി ജിമ്മിനോട് പറയാൻ തുടങ്ങി. അപ്പോൾ കാറും ജിമ്മിനോട് പറയാൻ തുടങ്ങി, ഞങ്ങൾ പോവാണ്. അങ്ങനെ ബേബീസിനെ ബായ് ചെന്നിട്ട് അങ്ങനെ രണ്ടുപേരെ ഹക്ക് ചെയ്ത് രണ്ടുപേരെ ഡോഗ് ഹീറോയിനോട് സംസാരിച്ച്. അപ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? അതെ, എനിക്ക് സംസാരിക്കാൻ പറ്റൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു വിഷ് തരാം. ആ വിഷ് നിങ്ങൾക്ക് നല്ല കാര്യത്തെ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മിനൊക്കെ ഹീറോയ്ക്ക് രണ്ടുപേരും കാറും മാജിക് കൊടുത്തു, ഡോഗും കൊടുത്തു. അങ്ങനെ രണ്ടുപേരും മറിഞ്ഞു പോയി. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോക്ക് ഇങ്ങനെ ഫ്യൂച്ചർ എന്ത് നടക്കാൻ പോകുന്നത്, നല്ലതാ കെട്ടതാ? ജിമ്മിനൊക്കെ പോയിസൺ അത് ഇത് ഇട്ടാൽ വേഗം വെള്ളം ഇങ്ങനെ അടിക്കാൻ വരുന്നു. മൊത്തം ജിമ്മിനൊക്കെ എന്ത് നടക്കുന്നത്, എന്ത് വേണം, ഏത് ഫ്ലേവർ എന്ത് വേണം ജിമ്മിനെ കണ്ടുപിടിക്കാത്ത. ഹീറോയ്ക്ക് അടുത്തത് എന്ത് ഫ്യൂച്ചർ നടക്കാൻ പോകുന്നത്? ഹീറോയ്ക്ക് കുറേ പവർ കൊടുത്തിട്ട് ജിമ്മിനിക്ക് ഹീറോയ്ക്ക് കൊടുത്തിട്ട് പോയി. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അത് മാത്രമല്ല, ഹീറോയ്ക്ക് ബേബിക്കും പവറുണ്ട്. ഇപ്പോൾ ബേബീസ്ക്ക് ഡോഗും കാറും ഇങ്ങനെ മാജിക് യൂസ് ചെയ്ത് അവർ മനുഷ്യരായിട്ട് മാറിയിട്ട് അവർ കുട്ടാക്കും പവർ കൊടുത്തിട്ട് നല്ല കാര്യത്തിൽ യൂസ് ചെയ്യും. ഇവർക്ക് 18 വയസ്സായ പിന്നെ ഫുൾ പവർ നേരെ വരും. ഇപ്പോൾ പകുതി പവർ പവർ വരും എന്ന് പറഞ്ഞ് ജിമ്മിനോട് പറഞ്ഞിട്ട് കാറും ഡോഗും ഇവിടുന്ന് മറിഞ്ഞു പോയി. അവിടെ ആകാശത്ത് പോയിട്ട് നോക്കുമ്പോൾ നമുക്ക് മിസ്സാകുന്നില്ല അല്ലേടേ അന്ന് പറഞ്ഞു. കാറ് ഡോഗും ഭയങ്കര മിസ്സായി. അവർ ഹ്യൂമനായിട്ട് മാറി. രണ്ടുപേരും സാഡായിട്ട് പറയായിരുന്നു. അങ്ങനെ ഗോഡ് പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്താ പറയുക മിസ്സാണ്? അതെ മിസ്സാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അവിടേക്ക് പോവുക എന്ന് പറഞ്ഞു. അവർക്ക് ഷോക്കായി. അതെ, നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് അങ്ങനെ രണ്ടുപേരെ സോളെടുത്ത് ഭൂമിക്ക് അയച്ചു. അങ്ങനെയായിട്ട് 2 കുട്ടികളായിട്ട് ജനിച്ചു. അങ്ങനെ കുട്ടികളായിട്ട് ജനിച്ച് അങ്ങനെ ഗോഡ് വന്ന് പറഞ്ഞു, നിങ്ങളവർ ഭയങ്കര മിസ് ചെയ്യാൻ പോകുന്നത്, അവർ നിങ്ങൾക്ക് കുട്ടികളായിട്ട് ജനിക്കുമെന്ന് ഗോഡ് വന്ന് അവരോട് നേരിൽ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് 2 പേർ ജനിച്ചു. അതേപോലെ പവർ അതിൽ അവർക്ക് ഓർമ്മ വന്ന് വളർന്ന് വലുതാ പിന്നെ അവർക്ക് ഓർമ്മ വന്നു. അങ്ങനെ എല്ലാവരും ജോലിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. കാറായിട്ട് ഡോഗായിട്ട് മാറി. അത് 2 ബോയ്സായിട്ട് ജനിച്ചായിരുന്നു. 2 പേർ ഹീറോയിനെ കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങളുടെ ഡ്രീം സ്റ്റോറി. അങ്ങനെ 2 പേരും നോർമലായിട്ട് എൻജോയ് ചെയ്ത് കഥ എഴുതാൻ തുടങ്ങിയായിരുന്നു. 2 പേര് അവരുടെ സ്റ്റോറി എങ്ങനെ നടന്ന് ഈ സ്റ്റോറി എഴുതിയായിരുന്നു. ഹാപ്പി എൻഡിങ്.